ഫ്രണ്ട്സ്, നമുക്ക് ദുബായ് ടു അബുദാബി ബൈ ബസ് ഒന്ന് പോയാലോ? എന്തൊക്കെയായിരിക്കും മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ തയ്യാറാണോ? ഓക്കെ, എന്നാൽ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്കിതാ നേരെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ട്രിപ്പ്. ഇവിടെ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റോപ്പാണ് കേട്ടോ ബസ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ നമ്മൾ നോൾ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അതാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നത്. ഈ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കാർഡിൽ നിന്ന് ബാലൻസ് കട്ടാവും. അങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിലെല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് ബസ്സിലും മെട്രോയിലും എല്ലാം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ സമയാധികം കളയാതെ നമ്മുടെ ബസ് എടുത്തു കഴിഞ്ഞു. നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് ബസ് ഇറങ്ങി ദാ കാണുന്ന മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് അധികം നടപ്പുള്ള മെട്രോ സ്റ്റേഷനാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്ത് അങ്ങ് നടക്കാം. അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വരാൻ കുറച്ചും കൂടെ സമയം എടുക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ നമുക്കിനി നേരെ മെട്രോയിലേക്ക് കയറാം. ഇനി മെട്രോ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക്. ഇത് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ. അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഇന്ന് അബുദാബിക്കുള്ള ബസ് കയറാൻ പോകുന്നത് കേട്ടോ. 2 ബസ് സ്റ്റേഷനുണ്ട്. ഒന്ന് ഇബൻ ബത്തൂത്ത ബസ് സ്റ്റേഷൻ, ഒന്ന് അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ. അതായത് ബർദുബായി ഭാഗത്താണ് ഈ ഗുബൈബ എന്ന് പറഞ്ഞത്. മറ്റേത് ഇബൻ ബത്തൂത്ത മാളിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഗുബൈബയിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പം നടക്കുകയാണ് കേട്ടോ രാവിലെ. അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി ഫസ്റ്റ് സീറ്റിൽ തന്നെ കയറി ഇരുന്നു കേട്ടോ. അവിടെ നിന്നാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സീറ്റ് തന്നെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ദാ ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ഇത് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ട്. ഇതാണ് ലാർജസ്റ്റ് ഫ്രെയിം ഇൻ ദ വേൾഡ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ, ഈ ദുബായ് ഫ്രെയിമിന് പറയുന്നത്. ഇവിടെ ന്യൂ ഇയർ ടൈമിലൊക്കെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
ഈ റോഡിൻ്റെ രണ്ട് വശത്തും നല്ല ഭംഗിയായിട്ട് അവർ എല്ലാം അറേഞ്ച് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ പിടിപ്പിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അനാവശ്യമായിട്ടൊരു ചെടികളോ ഒന്നുമില്ല, എല്ലാം അവിടെ നല്ല നീറ്റായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് രാവിലെ കാണുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, നല്ലൊരു വൈബാണ്. മോർണിംഗ് സീനറിയൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എല്ലാം നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് നല്ല നീറ്റ് റോഡ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അവിടെ സൈഡിലൊക്കെ കണ്ടോ മിക്സ് ചെയ്ത് റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ കേട്ടോ. ആകാശത്ത് ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്. ഇപ്പോൾ തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന പോലെ ഒരു ലുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയമാണ് കേട്ടോ ഈ ബ്രിഡ്ജിൻ്റെ ബാക്കിലുള്ളത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദുബായ് മ്യൂസിയം കാണിച്ചിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒരു ഉറക്കത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നാലും കുറച്ചും കൂടെ കാഴ്ച കണ്ടിട്ട് ആവാമല്ലേ. അപ്പോൾ മെയിൻ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഇനിയിപ്പോൾ സ്ലീപ്പിംഗ് ടൈമാണ് കേട്ടോ, 2 മണിക്കൂർ ഉറങ്ങാൻ. അങ്ങനെ അവസാനം യാത്രയുടെ ഒടുവിൽ അബുദാബി ബസ് സ്റ്റേഷനിലെത്തി കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നേരെ ടാക്സി. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്ന വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പം നമുക്ക് അതിമനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.